ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അധികമായി ധാരാളമായി അങ്ങ് പകർന്നു തരണമേ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നല്ലോ, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ കൈകൊണ്ട് തൊട്ടതുമായ ജീവൻ്റെ വചനം. ഇന്ന് കർത്താവെ അതുപോലെ കർത്താവിനെ തൊടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി. ഓ കർത്താവെ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ഓ യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ. അല്പസമയം എല്ലാവരും നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവ് യോഗ്യനാണെന്ന് പറയുമ്പോൾ, അത് പാടുമ്പോൾ കർത്താവിൻ്റെ ആ യോഗ്യതയിൽ ചിലത്, അതിൻ്റെ ആ പങ്കിലൊരംശം നമ്മുടെ മേലേക്കും കർത്താവ് അയക്കുവാൻ തുടങ്ങും. നാം യോഗ്യരായി തീർന്നത് അവൻ കാൽവരി ക്രൂശിൽ മരിച്ച് അവൻ്റെ യോഗ്യതയാലാണ് നാം യോഗ്യരായി തീർന്നത്. ഇല്ലെങ്കിൽ ഇന്ന് നാം പാപികളായിരിക്കേണ്ടവർ, നാം ദൈവത്തിൽ നിന്നുള്ള ക്രോധത്തിൻ്റെ പാത്രങ്ങളായിരിക്കേണ്ടവർ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമായത് അവൻ നമ്മെ യോഗ്യരാക്കിയത് കൊണ്ടാണ്. അവൻ്റെ ആ ഒരു വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി നാം മാറിയത് കൊണ്ടാണ്. അവിടെ എല്ലാവരും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ യോഗ്യനാണ്, നീ യോഗ്യനാണ്, നീ യോഗ്യനാണ് കർത്താവേ. എല്ലാ സ്തുതികളും എല്ലാ പുകഴ്ചയും എല്ലാ മാനവും അങ്ങ് സ്വീകരിക്കാൻ അവിടുന്ന് യോഗ്യനാകുന്നു കർത്താവേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, ഓ യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ. ഓ യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ.
തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ. ഓ ആരാധ്യനേശ്വരൻ, ആരാധ്യൻ യേശുപൻ. ഓ ഞാൻ വണങ്ങുന്നു വണങ്ങുന്നു ഞാൻ യേശുവേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, നിൻ സന്നിധിയിൽ ഞാൻ വസിച്ചോട്ടെ. പാദങ്ങൾ ചുംബിച്ചോട്ടെ നിൻ സന്നിധിയിൽ, നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ. പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യനോ ആരാധ്യൻ യേശുപരാ. വണങ്ങുന്നു ഞാൻ. ഓ ആരാധ്യനേശുവേ, ആരാധ്യൻ ഓ യേശു. ഓ വണങ്ങുന്നു ഞാൻ, വണങ്ങുന്നു ഞാൻ. ഞങ്ങളുടെ സ്തുതികൾ മീതെ വസിക്കുന്നോനെ, സ്തുതികളുടെ മീതെ വാഴുന്നോനെ. ഓ എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും യേശുവേ അങ്ങേക്ക്. സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും. അല്പസമയം മറ്റെല്ലാം മറന്നുകൊണ്ട് യേശുവിനോട് എല്ലാ ആരാധന. ഹല്ലേലൂയയും എൻ്റെ പ്രാണപ്രിയന് എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും എൻ്റെ യേശുവേ. സ്തുതി എത്ര ചൊന്നാലും, സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങിപ്പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങിപ്പോൾ. സ്തുതിയെത്ര സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി അങ്ങിപ്പോൾ. സ്തുതി എത്ര ചൊന്നാലും, സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി ഓ അങ്ങിപ്പോലാവില്ലേശുവേ.
ശബ്ദം ഉയർത്തി ഉറക്കെ വിളിക്കാമോ? യേശുവേ. ശബ്ദമുയർത്തി ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഓ ആദ്യം അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. ഓ യേശു അത്ഭുതവാൻ, അത്ഭുതവാൻ, നീ മാത്രം എൻ ദൈവം. ഉന്നതൻ നീ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. എല്ലാ ഹൃദയങ്ങളും തുറക്കട്ടെ പൂർണ്ണ ഹൃദയത്തോടെ. മറ്റെല്ലാ ചിന്തകളൊക്കെ ഒരു വശത്തേക്കൊന്ന് മാറ്റിവെച്ച് കർത്താവ് മാത്രം ഉന്നതനാകുന്നവൻ, അത്യുന്നതനാകുന്നവൻ, അത്ഭുതവാനാകുന്നവൻ, അതിശയവാനാകുന്നവൻ, ദൈവമായിട്ട് മാത്രമാണ് നിനക്കിപ്പോൾ കാര്യമുള്ളത്. മറ്റെല്ലാം മറന്നുകൊണ്ട് യേശുവിനോട് പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ സ്തുതിക്കുന്നെങ്കിൽ, സംസാരിക്കുന്നെങ്കിൽ, പാടുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൂടെ ചേർന്ന് മറ്റെല്ലാം മാറ്റി നിർത്തിയിട്ട് കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ഓ അത്ഭുതവാൻ യേശു, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെൻ. അത്ഭുതവാനാകും ദൈവമേ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രം. ഓ ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾക്ക്, ചില പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകേണ്ടതിന് അല്പസമയം കൂടെ അത്ഭുതവാനാകുന്ന ദൈവത്തെ സ്തുതിച്ചാലും ഓ ചില അസാധ്യങ്ങൾ ഇന്ന് പകൽ സാധ്യമാകുവാൻ, ചില കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതം വീര്യപ്രവർത്തികളും സംഭവിക്കുവാൻ ദൈവമേ അങ്ങയുടെ ജനത്തിന്റെ നടുവിലേക്ക് വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത്ഭുതങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഓ വീര്യപ്രവർത്തികൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് നടുവിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് നടുവിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്ന, ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ട്. അവൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു. അവൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു. സകലത്തിന്റെയും മീതെ ഉന്നതനായിരിക്കുന്നവൻ, സകലത്തിന്റെയും മീതെ തലയായിരിക്കുന്നവൻ, ആ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അത്ഭുതം ചെയ്യുന്നോനെ തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പകൽ തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പുനർജീവിപ്പിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചത്, ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പുനഃസ്ഥാപിച്ചു കൊടുത്തൊരു ദൈവത്തെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. അതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ തലമുറകളിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ, അത്ഭുതം ചെയ്യുവാൻ, വീര്യം പ്രവർത്തിക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചില കാര്യങ്ങളുടെ മേൽ കർത്താവ് ഞങ്ങൾ കണ്ണുകൾ അടച്ചു തുറക്കുന്നതിനും വേഗത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശു
സ്തുതിച്ചാലും, എല്ലാ ആദരങ്ങളും സ്തുതിച്ചാലും, സകല നാമത്തിനു മേലെയുള്ള യേശുവിന്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും നൽകിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ചാലും, എല്ലാവരും സ്തുതിച്ചാലും. അത്ഭുതം ചെയ്യും നാമമേ യേശുവേ, എൻ്റെ യേശുവേ, വീര്യം പ്രവർത്തിക്കും നാമമേ യേശുവേ, എൻ്റെ യേശുവേ, അത്ഭുതം ചെയ്യും നാമമേ യേശുവേ, എൻ്റെ യേശുവേ, അത്ഭുതം ചെയ്യും നാമമേ. ചേർന്നെല്ലാവരും യേശുവേ, എൻ്റെ യേശുവേ, അത്ഭുതം ചെയ്യും നാമമേ യേശുവേ, അത്ഭുതം ചെയ്യും നാമമേ. ഇന്ന് നിങ്ങളുടെ ചിലരുടെ മേൽ ദൈവം കുടുംബങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തെ കർത്താവ് വർഷിക്കാൻ പോവുകയാണ്. കുടുംബങ്ങളെ പണിയുന്ന ദൈവം, തലമുറകളെ പുനഃസ്ഥാപിക്കുന്ന ദൈവം, കുടുംബങ്ങളെ പണിയുന്ന ദൈവം. കർത്താവ് പണിയുമ്പോൾ ചില വൃഥാവുള്ള പണികൾ അതെല്ലാം മാറിപ്പോയി സ്ഥിരതയാർന്ന ചില പണികൾ, സ്ഥിരതയാർന്ന ചില കുടുംബ ജീവിതത്തിന്റെ പണികൾ. നിങ്ങളുടെ പ്രൊഫഷനിലാകാം, കുടുംബ ബന്ധങ്ങൾക്ക് നടുവിലാകാം, തലമുറകളുടെ മേലാകാം. കർത്താവിന്റെ പണി, യഹോവ ചെയ്യുന്ന പണി, ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന ഭുജം കൊണ്ടുള്ള ചില പണികൾ സംഭവിക്കാൻ പോവുകയാണ്. വീര്യഭുജം പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ വീര്യമുള്ള കൈകൾ ചലിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കണം, എല്ലാവരും ആരാധിക്കണം. ഈ സമയം പരമാവധി പ്രയോജനപ്പെടണം. ദൈവ സാന്നിധ്യത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ആ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ആ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സ്തുതികൾക്ക് നടുവിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതുപോലെ ഇന്ന് ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പിടിമുറുക്കിയിട്ടുള്ള ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അതിന്റെ ചങ്ങലകൾ തകർന്ന് പൊട്ടിമാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അന്തരീക്ഷത്തിന്റെ നടുവിൽ സകല നാമത്തിന് മേലെയുള്ള യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശു രാജാവ്, യേശു കർത്താതി കർത്താവ്, അവൻ സകലത്തിന് മീതെ തലയാകുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. Naman
ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിൽ യേശുവേ ഞാൻ നിലച്ചതില്ല. ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കാന്തൻ സർവാംഗ സുന്ദരൻ യേശു പ്രത്യേകത ലോകത്ത് ഒരേ ഒരു നാമത്തിനകത്ത് മാത്രമാണ് ദൈവത്തിന്റെ എല്ലാ ശക്തിയും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തിയും ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. ആ നാമമാണ് നിങ്ങളിപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്പം കൂടെ ശക്തിയോടെ, ധൈര്യത്തോടെ, സുബോധത്തോടെ ആ നാമം വിളിച്ചാൽ അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, ആ നാമത്തിനകത്ത് വിടുതലുകളുണ്ട്. ജനമെല്ലാവരും നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഉറക്കെ ഓ യേശുവേ, ഓ യേശു, യേശു, യേശു ആരിലും വലിയവൻ, യേശു, 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 യേശുവാരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ, യേശുവാരിലും. ഓ എനിക്ക് നീ മാത്രം മതി യേശുവാ. അത്ഭുതങ്ങൾ വേണോ? യേശു മാത്രം മതി. ഇന്ന് ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ വേണോ? നിങ്ങൾക്ക് യേശു മാത്രം മതി. നിങ്ങൾക്കൊരു സൗഖ്യമാണോ വേണ്ടത്? യേശു മാത്രം മതി. നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച വേണമോ? യേശു മാത്രം മതി. നിങ്ങൾക്ക് ദൈവത്തിന്റെ അവകാശികളും കൂട്ടവകാശികളും ആകണോ? നിങ്ങൾക്ക് യേശു മാത്രം മതി. കുടുംബ ജീവിതത്തിൽ ഒരു അത്ഭുതമാണോ വേണ്ടത്? യേശു മാത്രം മതി. സകലത്തിന്റെയും താക്കോലാണ് ആ നാമം, സകലത്തിന്റെയും ഉറവിടമാണ്, സോഴ്സ് ആണ് ആ നാമം. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞ യേശുവേ, ഓ നീ ആരിലോ, യേശുവേ, ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ എത്ര പേര് ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു? ഈ മൊമെന്റുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ മൊമെന്റുകളിൽ നടക്കാം, ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ നടക്കാം, ഏത് സമയത്തും നടക്കാം. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി ആളുകൾ പറയും വല്ലഭന് പുല്ലും ആയുധം.
പക്ഷെ കർത്താവിന് പുല്ല് പോലും വേണ്ട. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രതീക്ഷിക്കാൻ, പ്രവർത്തിക്കാൻ ഒരു നാമ്പ് പോലും വേണ്ട. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടുപേരൊന്ന് കൈകോർത്ത് പിടിച്ച്. രണ്ടുപേരില്ലെങ്കിൽ 3 പേർ. രണ്ടുപേർ ഒന്ന് കൈകോർത്ത്. രണ്ടുപേർ ഒന്ന് കൈകോർത്ത് പിടിച്ച്. നിങ്ങൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങളെ കൈകൾ പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. ഇന്ന് ഭയങ്കരമാകുന്ന ഒരു അത്ഭുതം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ കർത്താവിൻ്റെ മക്കൾക്കുള്ളതാണ്. ആമേൻ. ഇത് സൂപ്പർ നാച്ചുറൽ ഇയർ ആയതുകൊണ്ട്, അസാധാരണ കാര്യങ്ങളുടെ വർഷമായതുകൊണ്ട് ഈ വർഷം ചില അസാധാരണമായ കാര്യങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ശക്തമായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന തോന്നലുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ചില അത്ഭുത കാര്യങ്ങൾ, കർത്താവിൽ നിന്ന് ചില വീര്യ പ്രവൃത്തികൾ കർത്താവ് അവർക്ക് വേണ്ടി അയക്കും. അത്ഭുതങ്ങൾക്ക് ഇന്ന് നമ്മുടെ ജീവിത സ്ഥാനമുണ്ട്. കാരണം അത്ഭുതം ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. മരണത്തിന് പോലും ഒരു ശരീരത്തെ വിട്ടുകൊടുക്കാതെ മരണത്തിന്റെ നടുവിൽ നിന്ന് ആ ശരീരത്തെ പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ട് ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഏത് മരണക്കിടക്കയിൽ നിന്നും അത്ഭുതം പകർന്നൊരുവനെ എഴുന്നേൽപ്പിക്കാൻ, ചില കാര്യങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതുപോലെ ഒരു ദൈവത്തിന്റെ അടുത്താണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൽ നിന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശക്തിയേറിയ ദൈവിക സാക്ഷ്യം. കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ ഹൃദയത്തിന്റെ നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇയ്യോബിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 1 ഇഞ്ച് പോലും ആത്മാർത്ഥത കുറച്ചില്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായി അവൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഗുണഭോക്താവ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. അതുകൊണ്ട് ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാകണമെന്ന് മാത്രം. ചില വാതിലുകൾ തുറക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ച് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പീഠനത്തിന് മുൻപാകെ നിങ്ങളുടെ പ്രാർത്ഥന എത്തിച്ചേരത്തക്ക രീതിയിൽ ശക്തമായ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് അത് കേൾക്കുമെന്നുള്ളത് എനിക്ക് പുത്രനായ ദൈവത്തിലുള്ള എൻ്റെ ധൈര്യമാകുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നെങ്കിൽ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. Shekeriante
കർത്താവെ ഞങ്ങൾ തിരികെ ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രാപിക്കും. ഇന്ന് ഞങ്ങൾ തിരികെ ചെല്ലുമ്പോൾ കർത്താവിൽ നിന്നുള്ള ചില വീര്യപ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണും. കർത്താവെ, അങ്ങ് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിന്റെ ഓഹരിക്കാരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ചില രോഗത്തിന്റെ ആത്മാക്കൾ മടങ്ങി കർത്താവിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ് പ്രവേശിച്ചിരിക്കാൻ നന്ദി. രോഗബലത്തിന്റെ നുഖങ്ങളെ കർത്താവ് ഓടിച്ചു കളഞ്ഞിരിക്കാൻ നന്ദി. സൗഖ്യത്തിന്റെ ശക്തിയെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ അങ്ങ് അയച്ചിരിക്കാൻ നന്ദി. മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കാൻ നന്ദി. അല്പസം എല്ലാവരും അന്യഭാഷകളും സ്തുതിച്ചേ. അന്യഭാഷകൾ സ്തുതിക്കുന്നവരെല്ലാവരും അന്യഭാഷകളും സ്തുതിച്ചേ. ശക്തിയോടെ എല്ലാവരും കൈകൾ ശക്തിയോടെ അടിച്ചുകൊണ്ട് അല്പസമയം എല്ലാവരും അന്യഭാഷകളും സ്തുതിച്ചേ. അല്പം കൂടെ ശബ്ദം ഉയർത്തി. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു, നാം ആത്മാക്കളെ സംസാരിക്കുന്നു. അടുത്ത ഏതാനും ചില മണിക്കൂറുകൾ സംഭവിക്കേണ്ട ചിലതിനെ കുറിച്ച് അന്യഭാഷകളും സംസാരിച്ചേ. നിമിഷം ഈ അന്തരീക്ഷത്തിൽ ഒരു വലിയ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മഹത്വവും സാന്നിധ്യവും വെളിപ്പെടട്ടെ. ഇതിനുള്ളിലേക്ക് ദൂതന്മാരുടെ ഒരു വലിയൊരു കൂട്ടം ഇറങ്ങട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഞങ്ങളുടെ നടുവിൽ ശക്തിയേറിയത്, അസാധാരണമായത്, സൂപ്പർ നാച്ചുറൽ ആയത് സംഭവിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവ് തുറക്കുന്നു, ഞങ്ങളുടെ സ്പിരിറ്റ് ഓപ്പൺ ആകുന്നു. ദൈവമേ, ആത്മാവിലുള്ള ചിലത്, അൺസീൻ ആയിട്ടുള്ള ചിലത്, കാണുവാൻ കഴിയാത്ത ചിലത് ഞങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവേ, ഈ ഹോളിനകത്ത് സംഭവിക്കാൻ പോകുന്നതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. എല്ലാവരും ശബ്ദം ഉയർത്തി. കർത്താവേ, ചിലത് സംഭവിച്ചിരിക്കാൻ നന്ദി. അത്ഭുതങ്ങൾ നടന്നിരിക്കാൻ നന്ദി. രോഗസൗഖ്യം സംഭവിച്ചിരിക്കാൻ നന്ദി. ഞങ്ങളെ സ്വീകരിക്കുന്നു കർത്താവേ, ആത്മാവിലേക്ക് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾ, കാതുകൾ എല്ലാം തുറക്കുകയാണ്. ഇന്ന് ആത്മാ തലങ്ങളിൽ സംഭവിക്കുന്നത് കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിക്കുവാൻ, സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ മുഴുവനായും ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ തുറക്കുന്നു. അവിടുന്ന് കർത്താവാണ്, ഈ അന്തരീക്ഷത്തിന്റെ കർത്താവാണ്. അവിടുന്ന് വാഴുന്നു, അവിടുന്ന് വാഴുന്നു, അവിടുന്ന് വാഴുന്നു. കർത്താവേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah, 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 hallelujah. എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ശക്തിയോടെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. ഒരേ ആത്മാവ്, ഒരേ ആത്മാവ്, ഒരേ ആത്മാവ്. സ്നാനപ്പെട്ടവരും പാനം ചെയ്യുന്നവരുമാണ്. Thank you, Jesus. Thank you, Jesus. സകലരും എന്നോട് ചേർന്ന് പറയുക, കർത്താവേ, ഈ പുതിയ വർഷത്തിനായി നന്ദി പറയും.
എൻ്റെ കരം പിടിച്ച് ഈ വർഷം മുഴുവനും എന്നെ നടത്തുന്നതിനാ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുതിയ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ പകരണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുതിയ എണ്ണ എൻ്റെ തലയിൽ അങ്ങ് ഒഴിക്കണമേ. എന്നെ മുഴുവനായി പരിശുദ്ധാത്മാവിൻ എണ്ണയിൽ സ്നാനപ്പെടുത്തണമേ. ഇന്ന് ഞാൻ മടങ്ങി പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ കുതിർന്ന് മടങ്ങുവാൻ എന്നെ സഹായിക്കണമേ. കൈകൾ അടിച്ച് ശക്തിയോടെ ഒരു കാര്യം പറയുന്നത്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ഇന്നൊരു വലിയ ആശ്വാസം കർത്താവ് പകരും. ഹൃദയം തകർന്നവരായി നുറുങ്ങിയവരായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവരുടെ മുറിവുകളെ ഉണക്കുന്ന, മുറിവുകളെ സൗഖ്യമാക്കുന്ന നിമിഷങ്ങളാണ്. ഒരു വലിയ ആന്തരിക സൗഖ്യം ഇപ്പോൾ നടക്കുകയാണ്. ഹൃദയത്തിൽ കരങ്ങളെ വെച്ച് ആ സൗഖ്യത്തെ സ്വീകരിക്കാൻ തുടങ്ങാം. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവെ നീ ഉപേക്ഷിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരെയും കർത്താവ് രക്ഷിക്കുവാൻ കൈ നീട്ടി കഴിഞ്ഞിരിക്കുക. ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാൽ മനസ്സലിവുള്ള ദൈവത്തെ സ്തുതിക്കാം, സ്നേഹമുള്ള ദൈവത്തെ സ്തുതിക്കാം, കരളലിയുന്ന ദൈവത്തെ സ്തുതിക്കാം, കണ്ണുനീർ കാണുന്ന ദൈവത്തെ സ്തുതിക്കാം. സങ്കടങ്ങൾ അവൻ്റെ സന്നിധിയിൽ അലിഞ്ഞു പോകട്ടെ. എല്ലാ ഹൃദയ നുറുക്കങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ വായിൽ നിന്നും സ്തുതികൾ പുറത്തേക്ക് വരട്ടെ. സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, സ്തുതിയും സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം every knee shall bow, every tongue confess that Jesus Christ is Lord. And every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്.
കൂടി കൈകൾ അടിച്ച് ശക്തിയോടെ ആർപ്പോടെ വായ്കൾ തുറന്ന് ഉറക്കെ ഹല്ലേലൂയ. ഉച്ചത്തിൽ 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 കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കരഘോഷത്തോടെ കൈകൾ അടിക്കുമ്പോൾ തന്നെ ശക്തമായ എല്ലാ വായ്കളും തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. Fire of the Holy Spirit, 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 fire of the Holy Spirit. അഗ്നിയുടെ പകർച്ച, അഗ്നിയുടെ പകർച്ച, പരിശുദ്ധാത്മാഗ്നിയുടെ പകർച്ച, പരിശുദ്ധാത്മാഗ്നിയുടെ പകർച്ച, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ പകർച്ച, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ പകർച്ച. എല്ലാ ശരീരങ്ങളിലും, എല്ലാ ദേഹികളിലും, എല്ലാ ആത്മാവിന്റെ പേരിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ പകർച്ച. ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫയർ അനോയിന്റിംഗ്, ഫയർ 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 ഫയർ. കത്തി പടരട്ടെ, ആളി കത്തട്ടെ, ആളി കത്തട്ടെ. അനാവശ്യം അതെല്ലാം കത്തി ചാമ്പലാകട്ടെ. അന്ത്യകാലത്ത് സകല ശരീരങ്ങളുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പകർച്ച. എണ്ണപ്പാടങ്ങൾ കത്തുന്നത് പോലെ, എണ്ണപ്പാടങ്ങൾ കത്തുന്നത് പോലെ, എണ്ണപ്പാടങ്ങൾ കത്തുന്നത് പോലെ, ഓയിൽ ഫീൽഡുകൾ തീപിടിച്ചതുപോലെ ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ ബ്ലെസ്സിംഗ് ഗ്രൂപ്പും, ഓരോ സോണുകളും തീപിടിക്കട്ടെ. ഫയർ ഫയർ ഫയർ. കുഞ്ഞുങ്ങൾ മുതൽ ശുശ്രൂഷകർ അഗ്നിവാഹിനികളായി മാറട്ടെ, അഗ്നിവാഹിനികളായി മാറട്ടെ. നാവുകൾ കത്തട്ടെ, എല്ലാ നാവുകളിലും തീ. Fire upon every tongue right now. Fire, fire upon every tongue. We give you all the glory. 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 Christ the Lord. Jayum Egidam Sa
കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ കർത്താവ് നിങ്ങൾക്ക് തരാൻ അകത്തൊരു ദൂത് പ്രകാശിപ്പിച്ചു. ഞാൻ ചില മിനിറ്റുകൾ കൊണ്ടത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സംസാരിക്കാൻ പോകുന്നത് എണ്ണ സമ്പത്തിനെ കുറിച്ചാണ്. ഓയിൽ മേക്സ് യു റിച്ച്. എണ്ണ ഒരാളെ സമ്പന്നനാക്കും. സങ്കീർത്തനങ്ങൾ 23:5, Psalm 23 and verse number 5. You anoint my head with oil, my cup overflows. നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു. ശിരസിൽ കൈവച്ചെല്ലാവരും പറയുക, കർത്താവ്, ഉറക്കെ, കുറച്ചുകൂടി ഉറക്കെ, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഒരിക്കൽ കൂടെ പറഞ്ഞ്, കർത്താവ് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എണ്ണ തേച്ച് കുളിക്കുന്ന എത്ര പേരുണ്ട്? തിരുവനന്തപുരത്ത് മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും കുളിക്കുമ്പോൾ അതിനു മുമ്പ് എണ്ണ തേച്ചാണ് കുളിക്കുന്നത്. പഴയ എണ്ണ കൊണ്ടല്ല ജീവിക്കുന്നത്, ഓരോ ദിവസവും പുതിയ എണ്ണ. 2026 ആവശ്യമുള്ള പുതിയ എണ്ണയുമായി അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ വരുന്നതിന് മുമ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്റ്റേജിലും കൊയറിലും കൺസോളിലും ഇവിടെ എല്ലാം ഇരിക്കുന്ന, ബാൽക്കണിയിൽ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാനാണ്. കുവൈറ്റിൽ ജീവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? കുവൈറ്റിൽ ജനിച്ചു വളർന്നവർ? കുവൈറ്റാണ് ജോലി ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? 1, 2, വേറെ ആരെങ്കിലും അവിടെ ഉണ്ട്? വേറെ ആരെങ്കിലും? 1900 ആദ്യ ഘട്ടങ്ങളിൽ 1900 തുടങ്ങുന്ന സമയത്ത് കുവൈറ്റ് വെറും ഒരു ഗ്രാമമായിരുന്നു. മെയിൻ പരിപാടി മീൻപിടുത്തം. കൂടാതെ മുത്തുച്ചിപ്പികൾ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഒത്തിരി പേര് ഡൈവ് ചെയ്ത് പേൾ ഡൈവ് ചെയ്യാൻ വേണ്ടി പോകും. ഇങ്ങനൊരു ഗ്രാമപ്രദേശം പോലെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കുവൈറ്റ്. 1938 കുവൈറ്റിൽ എണ്ണ കണ്ടെത്തി. അതോടെ രാജ്യത്തിൻ്റെ അവസ്ഥ മാറി. മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിൽ ഇത് സംഭവിച്ചു. സൗദി അറേബ്യക്ക് അത് സംഭവിച്ചു. അബുദാബിയിൽ അത് സംഭവിച്ചു. ഇതെല്ലാം അവിടെ ആദ്യമായി പോയ മലയാളികളോടൊക്കെ ചോദിച്ചാൽ അവർ കഥ പറഞ്ഞു തരും. ഒരു പെട്ടിക്കട പോലും ഇല്ലാതെ കിടന്നിരുന്ന, ഒന്നുമില്ലാതെ കിടന്നിരുന്ന മണലാരണ്യം. പക്ഷേ എണ്ണ കണ്ടെത്തിയതോടുകൂടെ അവസ്ഥകൾ മാറി. മിഡിൽ ഈസ്റ്റ് തന്നെ ഒരു പവർ ഹൗസായി മാറി. എത്ര സമ്പന്നമായി മാറി. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, ഒരു ദൈവ പൈതൽ എണ്ണ കണ്ടെത്തിയാൽ നിന്റെ അവസ്ഥ മാറും. തിരുവനന്തപുരത്ത് കർത്താവ് ഇന്ന് ചിലരുടെ കണ്ണുകൾ തുറക്കുകയാണ്. എണ്ണ കണ്ടെത്തുന്നതോടുകൂടെ നിന്റെ അവസ്ഥ മാറും. എണ്ണയ്ക്കകത്ത് സമ്പത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നാച്ചുറലായ ഓയിൽ ആൻഡ് ഗ്യാസിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല ഞാനിവിടെ വന്നത്.
അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ആരെങ്കിലും കണ്ടെത്തിയാൽ ഈ 2026 പഴയതുപോലെ നീ ജീവിക്കില്ല. അടിക്കുവാണെങ്കിൽ എല്ലാവരും അടിക്കും. അടിക്കാത്തവർ ചേർന്നടിക്കുക. മനസ്സിലായവരും മനസ്സിലാകാത്തവരും അടിക്കും. പിന്നീട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി ശക്തിയോടെ. റബൽ ബ്രബ ഷിയാൽ ബ്രബ ഹതറബ ഷിയാൽ ബ്രബ ഹന്തല റഖ ഷിയാൽ ബ്രബ ഹസഖദറബ. കുറച്ച് നേരം ഒന്ന് കൈ ഉയർത്തി, 2 കൈ ഉയർത്തി പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിലൊന്ന് സംസാരിച്ച്. ആരെങ്കിലും ഇതുവരെ പരിശുദ്ധാത്മ ഭാഷകൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ. വായ തുറക്കുക, നാവങ്ങ് ചലിപ്പിക്കുക, ശബ്ദം ഉയർത്തുക. സ്വോത്രം അല്ലെങ്കിൽ ഒന്നും പറയേണ്ട. പരിശുദ്ധാത്മാവ് തരുന്ന വാക്കുകൾ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അതൊരു പുതിയ ആരംഭമാണ്. പുതിയ വർഷത്തിൽ ഒരു പുതിയ ആരംഭമാണ്. അല്പം കൂടെ സഹോദരിമാരുടെ ശബ്ദം ഉയരട്ടെ, സഹോദരിമാരുടെ സഹോദരന്മാരുടെ ശുശ്രൂഷകരുടെയൊക്കെ ശബ്ദം ഉയരട്ടെ. ഇന്ന് എണ്ണ കണ്ടെത്തുവാൻ, ഇന്ന് എണ്ണ കണ്ടെത്തുന്ന ചിലരെ കർത്താവ് ഇതിനകത്ത് തിരയുകയാണ്. Second Kings chapter 4 verse number 1 to 7. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വളരെ പ്രയാസത്തിൽ വരുന്നുണ്ട്. വായിക്കാമോ? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഈ ദൈവപുരുഷന്റെ അടുക്കൽ വന്നിരിക്കുന്ന സ്ത്രീ വിധവയാണ്. ഭർത്താവ് മിനിസ്ട്രിയിലായിരുന്നു, ശുശ്രൂഷ ചെയ്തിരുന്നൊരു ദൈവദാസനാണ്. ഭർത്താവ് മരിച്ചുപോയി. ബാക്കി വായിക്കാം. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടാൽ ചങ്ക് പറഞ്ഞു പോകും. ശുശ്രൂഷയിൽ നിന്ന ഒരു ദൈവദാസൻ മരിച്ചുപോയി. ഭാര്യയും മക്കളും കടത്തിലാണ്. അന്നത്തെ സിസ്റ്റം അനുസരിച്ച് കൊടുത്തു തീർക്കുവാൻ വകയില്ലെങ്കിൽ മക്കളെ പിടിച്ച് അടിമകളാക്കും. എന്നിട്ട് അവരെ കൊണ്ട് ആയുഷ്കാലം പണിയെടുപ്പിക്കും. അങ്ങനെ പിള്ളേരെ പിടുത്തക്കാർ വന്നിരിക്കുകയാണ്. ആ സ്ത്രീയുടെ ചങ്കുവേദന ഒന്ന് ചിന്തിച്ചു നോക്കാം. ഭർത്താവിനോടൊപ്പം ആയുഷ്കാലം മുഴുവൻ ശുശ്രൂഷ ചെയ്തിട്ട് ദൈവമേ ഇതാണോ എൻ്റെ വിധി എന്ന് ചോദിക്കാവുന്ന ഷേപ്പിലൊക്കെ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഇങ്ങനെ ഒന്ന് വീശി കാണിക്കും. ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിലുണ്ട്. നിങ്ങളുടെ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്താൽ മാത്രം മതി. തുടർന്ന് വായിക്കാമോ? എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക. എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് പറഞ്ഞു. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഓക്കെ. ഒരു ഭരണി എണ്ണയല്ലാതെ. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഒരു ഭരണി എണ്ണ. ഒരു ഭരണി എണ്ണ. ഇങ്ങനെ പിടിക്കേ. അടുത്ത ആളുടെ നേരെ തിരിഞ്ഞിട്ട് പറ, എണ്ണയാണ് ഉത്തരം. എണ്ണയാണ് ഉത്തരം. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എണ്ണയാണ്. ബാക്കി വായിക്കും. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഓക്കെ. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. ഓക്കെ. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. ഒരു നിമിഷം.
എണ്ണയുണ്ടെങ്കിൽ പകർച്ചയുണ്ട്. Amen. Hallelujah. ഞാൻ ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. Yes. പകർച്ചയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പകരുന്നത് കണ്ടിട്ടുണ്ട്, പകർച്ച സ്വീകരിച്ചിട്ടുണ്ട്, പകർന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്നതും അതിനു വേണ്ടിയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് രജനീകാന്ത് ബ്രദർ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് ഓൾ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് കൊച്ചിയിൽ നടക്കാൻ പോവുക. അതിനിട്ടിരിക്കുന്ന പേര് ഇമ്പാർട്ടേഷൻ സർവീസ് എന്നാണ്. Praise God. അതിനെന്താ മലയാളം പറയാ? പകർച്ചയുടെ ശുശ്രൂഷ. ഈ വർഷത്തേക്ക് ആവശ്യമുള്ള വലിയ പകർച്ചകൾ അന്നത്തെ ദിവസം നടക്കാൻ പോവുക. അതിലെല്ലാവരും വരണ്ട, പ്രത്യേക ലിസ്റ്റുണ്ട്, വരേണ്ട ആളുകളുടെ ലിസ്റ്റുണ്ട്. അവർ മാത്രമാണ് വരേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. ഈ വർഷം എണ്ണയുടെ പകർച്ചയുടെ വർഷമാണ്. ആമേൻ. യെസ് 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 യെസ്. ആമേൻ ആമേൻ. ഞങ്ങളത് പിടിച്ചെടുക്കുന്ന കർത്താവേ, ഞങ്ങളത് ഏറ്റെടുക്കുന്ന കർത്താവേ. റമനഗദ റബൗഷ റബ റബൗഷിമാനഗസ് ലിഗദന ഹദ റബൗഷ. ഈ വെറും പാത്രങ്ങൾ അഥവാ കാലിപ്പാത്രങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ സ്വീകരിക്കാൻ പ്രാപിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പാത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പരിശുദ്ധാത്മാവിനെ കാണിക്ക്. ഞാൻ ഇവിടെ പ്രാപിക്കാനാണ് വന്നതെന്ന് കർത്താവിനോട് പറ. അവർക്കൊക്കെ നിറഞ്ഞു പോകാം. ഈ ജനുവരി 26 വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഇവിടെ പ്രാപിക്കാം. ബാക്കി വായിച്ചോളൂ. അവൾ നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുള്ളത് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. ആമേൻ. മിറക്കിൾ സ്റ്റാർട്ടഡ് വിത്ത് വാട്ട് ഷീ ഹാഡ്. കയ്യിലുള്ള എണ്ണയിൽ നിന്നാണ് അത്ഭുതം ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ന് എത്രാം തീയതിയാണെന്ന് പറ? 10-ാം തീയതി. ജനുവരി 10-ാം തീയതി കയ്യിൽ എന്തുണ്ട്? അവിടെ നിന്നും അത്ഭുതം ആരംഭിക്കുക. ആമേൻ. ഹല്ലേലൂയ. Hallelujah. The oil only stopped when the vessels were full. മുഴുവൻ നിറഞ്ഞിട്ടല്ലാതെ എണ്ണയുടെ പകർച്ച നിന്നില്ല. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം അയൽപക്കത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററുകൾ, സാറ്റലൈറ്റ് ബ്ലെസ്സിംഗ് സെന്ററിലൊക്കെ കാലിപാത്രങ്ങൾ എത്രയുണ്ട്, പ്രാപിക്കാൻ പ്രാപ്തിയുള്ള എത്രയും പേരുണ്ടോ അത് മുഴുവൻ നിറയുവോളം ഈ പകർച്ച നിൽക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ കൈകളടിക്കുന്നതോടൊപ്പം വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ കൂടി തുടങ്ങിക്കോ. എല്ലാ ആത്മാവിനകത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഈ കഥ അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നത്, കടക്കാർ വന്ന് ഇവളെ പിടിച്ചുകൊണ്ടുപോകാൻ, മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന കടക്കാരിയായ, കടക്കണിയിൽ മുങ്ങിയ, പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദാരിദ്ര്യം പിടിച്ച വിധവ അവിടുത്തെ ഏറ്റവും വലിയ ഓയിൽ മർച്ചൻ്റായി മാറി. രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണയുടെ സ്റ്റോക്കിസ്റ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും അവളുടേതായി മാറി. വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, എണ്ണ കൈവശമുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും സമ്പന്നൻ. ഏറ്റവും സമ്പന്നൻ. ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അമേരിക്കക്ക് ഗ്രീൻലാൻഡ് കിട്ടിയേ പറ്റൂ. ഇപ്പോഴത്തെ പ്രശ്നമാണ്.
വർഷങ്ങളായി ഡെൻമാർക്കിൻ്റെയാണ് ഗ്രീൻലാൻഡ്. പക്ഷെ അമേരിക്കയുടെ കണ്ണ് എവിടെയാണ്? ഗ്രീൻലാൻഡ് പിടിച്ചു കിടക്കണം. പത്രങ്ങളിലൊക്കെ വായിച്ചാൽ മതി, ടി വിയിൽ നോക്കിയാൽ മതി. കാരണം അവിടെ ആ ഭയങ്കരമായ ഓയിൽ, അതിൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് താഴെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പിടി. കാരണം സമ്പത്ത് എണ്ണയിലാണ് കിടക്കുന്നത്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. വേറൊന്നും ഈ വർഷം ഇല്ലേലും പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നിന്റെ കയ്യിൽ വന്നാൽ ആത്മീയമായും അല്ലാതെയും നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഈ പറയുന്ന ദൂത് ഞാൻ ഇതുവരെ ലോകത്തിൽ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഈ ദൂത് വളരെ സ്പഷ്ടമാണ്, ശക്തമാണ്. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് സുവിശേഷങ്ങളിലും വെളിപാട് പുസ്തകത്തിലും പറഞ്ഞൊരു കാര്യമാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എൻ്റെ അർത്ഥം ഇവിടെ ഇത് ഫിറ്റ് ചെയ്താൽ പോരാ, മനസ്സോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ നിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തും ചുറ്റുമുള്ള എല്ലാ ഇടങ്ങളിലും ചില എണ്ണ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവരെ കർത്താവ് തെരഞ്ഞ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ സ്റ്റോക്കുള്ളവരായി, തീർന്നു പോകാതെ സ്റ്റോക്കുള്ളവരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഥയിലെ ആ വിധവ ഏറ്റവും വലിയ ഓയിൽ സ്റ്റോക്കിസ്റ്റായി മാറി. ഇതുപോലെ പ്രാർത്ഥിച്ച് യാമങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് 24 മണിക്കൂർ കയ്യിൽ കിട്ടിയാൽ അത് അങ്ങനെ ഇങ്ങനെയും കളയാതെ കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് സ്റ്റോക്ക് ചെയ്ത് ആര് വന്നാലും പകർന്നു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഏറ്റവും വലിയ ഓയിൽ സ്റ്റോക്കിസ്റ്റായി മാറാൻ ഇതിനകത്ത് ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകൾ നിന്റെ മേലാണ്. സിംഹം ഗർജിക്കുന്നത് പോലൊരു ഹല്ലേലൂയ പറഞ്ഞ ഇരിക്കാം. 1983 ഇസ്രായേലിൽ ഒരു സംഭവം ഉണ്ടായി. ഇസ്രായേലിൽ ആരൊക്കെ ബൈബിൾ വായിച്ചു? പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ 12 മക്കളെ അനുഗ്രഹിക്കുന്നൊരു ഭാഗമുണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചു. അതുകൂടാതെ ആവർത്തന പുസ്തകം വായിച്ചു. 33-ാം അധ്യായം 24-ാമത്തെ വചനം. ആവർത്തന പുസ്തകം 33:24. Most blessed of sons be Asher and let him dip his foot in oil. ഈ ഒരു ഭാഗം ഇസ്രായേലിലെ ചില ആളുകളൊക്കെ അങ്ങ് വായിച്ചു. ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാമോ? 33:24 ആവർത്തന പുസ്തകം. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ഈ വചനം ഇസ്രായേൽ ചിലർ വായിച്ചു. അപ്പം അവർക്കൊരു സാധനം ക്ലിക്കായി. അങ്ങനെയെങ്കിൽ ഇത് ആരോടാ പറഞ്ഞത്? ആശേർ ഗോത്രത്തോടാ പറഞ്ഞത്. അപ്പം അന്ന് കനാൻ നാട്ടിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ 12 ഗോത്രങ്ങളുടെ കനാൻ നാട്ടിലെത്തിയപ്പോൾ ഓരോ ഗോത്രത്തിനും എന്ത് ചെയ്തു? ആ ദേശത്തെ അളവ് നൂലിട്ട് ഭാഗിച്ചു കൊടുത്തു. ഇന്ന ഗോത്രത്തിന് ഈ ഭാഗം, നഫ്താലി ഗോത്രത്തിന് ഇവിടെ, യഹൂദ ഗോത്രം ഇവിടെ, ഓരോ സ്ഥലങ്ങളിൽ 12 ഗോത്രത്തിന് കൊടുത്തു. ഇവർക്ക് മനസ്സിലായി ഈ പ്രവചന ദൂതിൽ നിന്നും ഇത് സത്യമാണെങ്കിൽ ആശേർ ഗോത്രത്തിന് കൊടുത്ത ആ ഭൂപ്രദേശത്ത് എണ്ണ കാണാൻ സാധ്യതയുണ്ട്. ഒരു പ്രോഫസിയാണ്. പക്ഷെ അതിനകത്ത് എന്തൊരു കഥയുണ്ട് എന്ന് മനസ്സിലായി. അവർ ചെയ്തത്, ആശേർ ഗോത്രത്തിൻ്റെ സ്ഥലം നോർത്തേൺ ഇസ്രായേലിലാണ്. അവിടെ ചെന്നിട്ട് അവിടെ അവർ കുഴിക്കാൻ തുടങ്ങി. 1 വർഷം കുഴിച്ചു, പല വർഷം കുഴിച്ചു. ആദ്യ റിസൾട്ട് ഒന്നും കണ്ടില്ല. അവസാനം നോക്കിയപ്പോൾ അതിനടിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചിലരോട് പരിശുദ്ധാത്മാവ്, നിനക്കൊരു വാക്തത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചന ദൂത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ചോ. എല്ലാവരും നിന്നെ നിരുത്സാഹപ്പെടുത്തും. ഇതൊന്നും കാണാൻ പോകുന്നില്ലെന്ന് ഏതെങ്കിലും ഒരു വാക്യം കിട്ടി,
ഏതെങ്കിലും ആരെങ്കിലും നിന്നെ നോക്കി പ്രവചിച്ചു, അതിൻ്റെ പുറകെ ജീവിതം കളയല്ലേ എന്ന് പലരും നിരുത്സാഹപ്പെടുത്തും. പക്ഷെ ഓർക്കുക, നീ ഖനനം ചെയ്യാൻ തുടങ്ങിയാൽ, നീ കുഴിക്കാൻ തുടങ്ങിയാൽ, നീ ഡിഗ് ചെയ്യാൻ തുടങ്ങിയാൽ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നീ എണ്ണയുമായി പുറത്തു വരും. വാഗ്ദത്തം കിട്ടിയവരൊക്കെ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഈ വർഷം കുഴിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ചില പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങുക. ഒത്തിരി ബൈബിൾ വായിക്കുക. കൂടുതൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഡിഗ് ചെയ്ത് പോകുക. ഒത്തിരി ദൈവവചനം പഠിക്കുക, ഒത്തിരി പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം നീ എണ്ണ കണ്ടെത്തും. സ്വന്തം അപ്പനും അമ്മയും ദാവീദിനെ വിളിക്കാൻ മറന്നുപോയി. കർത്താവ് പറഞ്ഞു, എല്ലാം മാറുക പറഞ്ഞു. ഇന്ന് അതേ വചനം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പലരും നിന്നെ മാറ്റി നിർത്തി. ലിസ്റ്റിൽ പേര് വന്നില്ല, ക്ഷണക്കത്തിൽ ലഭിച്ചില്ല, വിശേഷമായ ക്ഷണം വന്നില്ല. കർത്താവ് പറയുന്ന, അവൻ വരാതെ ഈ മീറ്റിംഗ് മുന്നിലേക്ക് പോകില്ല. അങ്ങനെ തള്ളപ്പെട്ടവരും തഴയപ്പെട്ടവരുമായി മനസ്സിൽ ദുഃഖം പേറുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു, നിന്നെ കർത്താവ് ഓർത്തിരിക്കുന്നു. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നുപോയേ, യഹോവ യോസഫിനെ ഓർത്തു. നോഹയെ ഓർക്കാൻ ആരും ഭൂമിയിലില്ല. യഹോവ നോഹയെ ഓർത്തു. മനുഷ്യർ തള്ളിയതിനെ, മനുഷ്യർ മറന്നതിന്, മനുഷ്യൻ മാറ്റി നിർത്തിയതിന് ഇന്ന് വിളിച്ച തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്ന ദിവസം ജനുവരി 10, 2026. ബ്ലെസ്സിംഗ് ടുഡേ സഭകളെ, നിന്നെ ദൈവം ഓർത്തു. ഒച്ച വെക്കണമെങ്കിൽ ഇപ്പൊ ഒച്ച വെച്ചോ, സ്തുതിക്കണമെങ്കിൽ ഇപ്പൊ സ്തുതിച്ചോ, എന്റെ ഭാഷ പറയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, കൈയടിക്കണമെങ്കിൽ ഇപ്പൊ കൈയടിച്ചോ, തുള്ളിച്ചാടണമെങ്കിൽ ഇപ്പൊ തുള്ളിച്ചാടിക്കോ. അഭിഷേകം നിന്റെ മേൽ വീഴുകയോ. തൈലക്കൊമ്പെടുത്ത് ശമൂവേൽ ദാവീദിന്റെ തലമേൽ ഒഴിച്ചതുപോലെ എണ്ണയുടെ പകർച്ച നിന്റെ ശിരസിന്റെ മേൽ, നിന്റെ തലയുടെ മുകളിൽ. ഇത് സാധാരണ എണ്ണയല്ല. This is not natural oil. ഏതെങ്കിലും ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച എണ്ണയല്ല, കുളിക്കുന്ന എണ്ണയല്ല. സ്വർഗത്തിന്റെ കൂട്ടിൻ പ്രകാരം സ്വർഗത്തിന്റെ പരിമള തൈലം നിന്റെ ഡെസ്റ്റിനിയെ മാറ്റുന്നു, നിന്റെ വഴികളെ തിരിച്ചുവിടുന്നു, അവസ്ഥകളെ മാറ്റുന്നു. എണ്ണയുടെ അഭിഷേകം നിന്റെ ശിരസിന്റെ മേൽ അവൻ ഒഴുകിയ. പ്രാപിക്കുക. കുഞ്ഞുങ്ങളടക്കം എല്ലാവരുടെ ശിരസിന്റെ മേൽ അഭിഷേകം ചെയ്യുന്നവൻ. വായ് തുറന്ന് പാട്. വായ് തുറന്ന് പാട്. മാത്രം യേശുവേ, ഒരു
ദാവീദിന്റെ മേൽ അഭിഷേകം വീണപ്പോൾ ചേട്ടന്മാർ ചിന്തിച്ച കുറച്ച് എണ്ണ ഒഴിച്ചെന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ തലയിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾ വേറെ ഒഴിക്കും. പക്ഷേ ദിസ് ഓയിൽ അനോയിന്റിങ് വാസ് എ ഡെസ്റ്റിനി ആക്ടിവേറ്റർ. അത് വെറുതെ ഇത്തിരി ഒഴിച്ച് തൂത്തുകളയാനുള്ള സാധനമല്ല. അതോടെ അവന്റെ ഭാവി തുറക്കപ്പെടുകയാണ്. ഇടയ ബാലനായി വീട്ടുകാർക്ക് പോലും വേണ്ടാതെ കിടന്നിരുന്ന ദാവീദ് അടുത്ത പിന്നെ കാണുന്നത് ജയന്റ് കില്ലറായിട്ടാണ്. എണ്ണ നിന്റെ മേൽ വീണ് കഴിയുമ്പോൾ ഇതുവരെ സകലരും വാല് ചുരുട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മല്ലന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുവാനുള്ള ധൈര്യവും വീറും ശക്തിയും അധികാരവും ഈ എണ്ണയാണ് തരുന്നത്. ഇതിനകത്ത് ചിലര് ജയന്റ് കില്ലേഴ്സായി മല്ലനെ കൊല്ലുന്ന അഭിഷേകം, ചിലതിന്റെ മേൽ വീഴുകയാണ്. ഇന്ന് വരെ നിനക്ക് ഭീഷണിയായിരുന്നതിന് നീ ഭീഷണിയായി മാറും. ഇന്ന് വരെ നീ എന്തിനെ പേടിച്ചോടിയോ അത് നിന്നെ പേടിച്ചോടും. 2026 ഭീഷണികളുടെ മുമ്പിൽ തകരാറ് നീ ഒരു ഭീഷണിയായി മാറുകയാണ്. You will become a threat. ഉള്ളിലൊരു ദൂത് വരുന്നു, അത് ഞാൻ റിലീസ് ചെയ്യാൻ പോവുക. 2 കാതും കേട്ടോ, തുറന്നു പിടിച്ച് കേട്ടോളാം. എങ്ങനെയെങ്കിലും ഒന്ന് ഗതി പിടിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ഭിക്ഷാടനം നടത്തുന്നവനെ പോലെ പോകുന്നത് നിർത്തി ഓയിൽ സ്റ്റോക്കിസ്റ്റായി നീ മാറിയ നിനക്ക് എണ്ണയുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ഇങ്ങോട്ട് വരും. നിന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോകും. ആർക്ക് വേണം? ഒരു അട്ടിമറി നടക്കുക. നിന്റെ തലയിൽ വീഴുന്ന സ്വർഗത്തിന്റെ ഓയിൽ തൈലാഭിഷേകം നിമിത്തം ഒരു അട്ടിമറി നടക്കുക. The heaven is sabotaging enemy strategies in Jesus name. ആരും നിലത്ത് നിൽക്കണ്ട. കാല് പറിച്ച് തുള്ളി ചാടിക്കോ. ഈ അഭിഷേകം നിന്റെ മേൽ ശക്തിയേറിയ ദൂതന്റെ അകത്ത് വരുന്നു. ഞാൻ വിളിച്ചു പറയാൻ പോവാ. വേണ്ടവരൊക്കെ സ്വീകരിച്ചു. വചനം വ്യക്തമായി പറയുന്നു, ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, വടക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, നിന്നെ വിളിച്ച ദൈവത്തിൽ നിന്നത്രേ. ഉയരത്തിൽ നിന്നുള്ള എണ്ണയുടെ ബാരൽ നിന്റെ തലയിലേക്ക് മറിക്കുമ്പോൾ, നിന്റെ തലയിൽ അഭിഷേകം വീഴുമ്പോൾ, ദിശകളിൽ നിന്നും ദിക്കുകളിൽ നിന്നും ഏതെങ്കിലും കോണുകളിൽ നിന്നും സർക്കിളുകളിൽ നിന്നുമല്ല നിന്റെ ഉയർച്ച വരുന്നത്. എണ്ണ എന്ന് ദാവീദിന്റെ മേൽ വീണോ അന്ന് മുതൽ അവൻ കയറ്റം കയറാൻ തുടങ്ങി. അന്ന് മുതൽ അവൻ ഉയരങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇന്ന് ചിലരുടെ ഉയർച്ചയുടെ അരുളപ്പാടുമാണ്
ഒരു ഡാമിയൻ ബ്രദർ കൊച്ചിയിൽ നിന്നും വന്നിരിക്കുന്നു. നീ ഉയരും, നീ ഉയർച്ച പ്രാപിക്കും. നീ വാലായി തുടരുകയില്ല, തലയായി ദൈവം നിന്നെ മാറ്റുന്നു. വാലിലല്ല, തലയിലാണ് അഭിഷേകം. അഭിഷേകം എന്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നും. അഭിഷേകം എന്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ അഭിഷേകം എന്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നും. അഭിഷേകം അഭിഷേകം എന്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ. ഹല്ലേലൂയ, അഭിഷേകം എന്റെ സമ്പത്താണേ, കൈകൾ ഉയർത്തി പറ. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം സർവജനവും എന്റെ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ആർ യു റെഡി? ഇത് സഭയോടാ. 133 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകും. ഉടനെ പറയുന്നത് അഹരോന്റെ താടിയിൽ നിന്ന് ഒഴുകുന്ന വിശേഷമായ തൈലം. ആവർത്തനം 30-32 പറയുന്നുണ്ട്, ഈ എണ്ണ എല്ലാവരുടെയും തലയിൽ ഒഴിക്കാൻ പാടില്ല. എല്ലായിടത്തും മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണയുടെ കൂട്ടിന് പ്രകാരം അല്ല ഇതുണ്ടാക്കേണ്ടത്. ഇത് വിശേഷമായ കൂട്ടാണ്. ഈ ഓയില് എല്ലായിടത്തും ഒഴിക്കാൻ പാടില്ല. ദൈവം വിളിച്ചു വേർതിരിച്ച്, ദൈവം മുദ്ര കുത്തിയ, ദൈവം അറിയുന്ന, ദൈവമായിട്ട് തിരഞ്ഞെടുത്തവരുടെ മേലല്ലാതെ ഇത് ഒഴിക്കാനേ പാടില്ല. പക്ഷേ സഹോദരങ്ങൾ ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ, യൂണിറ്റി ഉള്ളപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 1980-കളിലോ 90-കളിലോ പെൻസക്കോള റിവൈവൽ നടക്കുമ്പോൾ ആദ്യത്തെ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നത്, ബ്രോൺസ്വിൽ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പുള്ള ആഴ്ചകളിൽ സഭ ശ്രദ്ധിക്കണം, ലീഡർഷിപ്പ് ശ്രദ്ധിക്കണം. അവർ ചെയ്തതെന്നറിയാമോ? ടോപ്പ് ലീഡർഷിപ്പിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി വന്നിട്ട് റെക്കൺസിലിയേഷൻ നടത്താൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരത്തിൽ വന്ന മുറിവുകൾ, വേദനകൾ, ഇതൊക്കെ പറഞ്ഞ് 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 തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ഷമിച്ചു. കേൾക്കുന്നുണ്ടോ? സഭയുടെ ലീഡർഷിപ്പിൽ ടോപ്പ് ലെവലിലുള്ളവരെല്ലാം ഹൃദയം തുറന്ന് സംസാരിച്ച് എല്ലാവരും തമ്മിൽ വലിയൊരു രമ്യതയിലും നിരപ്പിലും എത്തി. അവർ ഹൃദയങ്ങളെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ ഇത് തന്നെ സംഭവിച്ചു. 120 പേർ അവർ ഇരുമനപ്പെട്ടല്ല,
പലമനപ്പെട്ടല്ല, ഒരുമനപ്പെട്ടു. ഒരുമനപ്പെട്ട. ഇങ്ങനെ പിടിക്കുക. ഒരു മനപ്പെട്ട. ഒരുമനപ്പെട്ടപ്പോൾ പിന്നെ നടന്നത് ഒരു കൊടുങ്കാറ്റാണ്. Amen. ഇളങ്കാറ്റല്ല, കൊടുങ്കാറ്റടിച്ചു, Yes. അഗ്നി അടിച്ചു. Oh Jesus. ഇത് സഭയോടുള്ള ദൂതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സഭയോടുള്ള ദൂതാണ്. സഭയുടെ ശുശ്രൂഷകരായി നിൽക്കുന്ന സകലരും അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് ക്ഷമിച്ച് പൂർണ്ണ ഐക്യതയിൽ വന്നാൽ അടുത്തത് ഉണർവാണ്. Hallelujah. ഉണർവിന്റെ സൂത്രവാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. This is the formula for revival. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അത് സ്വർഗത്തിന്റെ കണ്ണിലും ശുഭമാണ്, മനോഹരമാണ്. അടുത്ത വചനം, അടുത്ത വചനം ഒന്ന് മാറ്റിയേ. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. സാധാരണ തൈലമല്ല, ഇത് വിശേഷ തൈലം. തിരുവനന്തപുരത്ത് ഇത് സ്റ്റാർട്ട് ആവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, തിരുവനന്തപുരത്ത് ലീഡർഷിപ്പിനകത്ത് ഒരു വലിയ ഐക്യത കൊണ്ടുവരാൻ. പണിയെടുത്താൽ വർഷങ്ങളായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. ആർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, വർഷങ്ങൾ പിടിച്ചു നിർത്താൻ കഴിയാത്ത അണ പൊട്ടിയതുപോലെയുള്ള ഒരു ഉണർവ് ഇവിടെ ആരംഭിക്കും. Altar call number one. ഈ വർഷം 2026 കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനും ശുശ്രൂഷയിൽ നിൽക്കാനും താല്പര്യമുള്ളവർ മാത്രം കൈയുയർത്തും. അങ്ങനെയുള്ളവർ മാത്രം കൈയുയർത്തും. ഇതെങ്ങനെ ഓൾട്ടർ കോൾ കൊടുക്കും? എല്ലാവരും ബുക്ക് ചെയ്തു. ഇത്രയും പേര് ഈ വർഷം ദൈവവേല ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. സൈത്ത് ബ്രദർ കാണുന്നുണ്ടോ? രജനീകാന്ത് ബ്രദർ കാണുന്നുണ്ടോ? ഇത്രയും പേര് ദൈവവേല ചെയ്യാൻ തയ്യാറാണ്. കൈ ഉയർത്തി പിടിച്ചു. ഈ വിശേഷ തൈലം നിങ്ങളുടെ ശിരസിലാണ് വീഴുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കൈവക്കിയതും എല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കരുത്. നിങ്ങളുടെ മേൽ കർത്താവ് ഒരു വിശേഷ തൈലം ജനുവരി 10 ഒഴിക്കുകയാണ്. ഇതെപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പുറത്തുപോയി യേശു കർത്താവിൻ്റെ സുവിശേഷം നിങ്ങളുടെ ജീവിതാനുഭവം സാക്ഷ്യം പറയുമ്പോൾ, കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ, ഒരു ഭവനത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ, വചന ശുശ്രൂഷക്കായി എഴുന്നേൽക്കുമ്പോൾ, അപ്പോഴാണ് ഇതിൻ്റെ അഭിഷേകത്തിന്റെ വെളിപ്പെടൽ. Come on, come on, come on, come on. Receive in Jesus' name. Receive, 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 receive. ഫലം കായ്ക്കുന്ന മരങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളോമാകട്ടെ. Altar call number 2. ഈ വർഷം യേശു കർത്താവിന് വേണ്ടി ജീവിക്കും. ഒരുപക്ഷെ സമർപ്പണത്തിൽ പുറകിലേക്ക് പോയി കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഈ വർഷം മുതൽ ഈ വർഷം അങ്ങോട്ട് കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് ജീവിക്കും എന്ന് പറയുന്ന ഒരു കൈവർത്തം. ആ കൂട്ടത്തിൽ തന്നെ ഇതുവരെ യേശുവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരു കരം നെഞ്ചിൽ വെച്ച് മറ്റേ കൈ ഉയർത്തി പിടിക്കുക.
എന്നോട് ചേർന്ന് പറയും, യേശുവേ, യേശുവേ, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ കർത്താവ്, അങ്ങന്റെ ദൈവമാണ്, അങ്ങന്റെ ദൈവമാണ്, അങ്ങന്റെ രക്ഷകനാണ്, അങ്ങന്റെ രക്ഷകൻ, അങ്ങന്റെ യജമാനനാണ്, അങ്ങന്റെ യജമാനൻ, എന്റെ നാഥനാണ്, എന്റെ നാഥൻ, എന്റെ ഗുരുവാണ്, എന്റെ വൈദ്യനാണ്, വൈദ്യനാണ്, എന്റെ എല്ലാം എല്ലാമാണ്. എല്ലാം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നിറയ്ക്കണം. ഇന്ന് മുതൽ ഇന്ന് മുതൽ ഈ വർഷം ഈ വർഷം എന്റെ ആയുസ് മുഴുവൻ എന്റെ ആയുസ്സ് മുഴുവൻ യേശുവിനായി യേശുവിനായി ജീവിക്കുവാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്റെ മേൽ കിടക്കുന്നതിനായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ആമേൻ. കൈകൾ അടിച്ച യേശുവിന് നന്ദി പറ. നട്ടലിന് പ്രശ്നമുള്ള ആരെങ്കിലും നടുവിലുണ്ടെങ്കിൽ കൈവർത്തി വിടും. ബാക്കിന് പ്രശ്നമുള്ളവർ കൈവർത്തി, എവിടെയാണെങ്കിലും കൈവർത്തി, ബാൽക്കണിയിൽ എല്ലായിടത്തും. ബാക്കിന് പ്രശ്നമുള്ള സാധിക്കുവാണെങ്കിൽ ഒരു കൈ ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചോ, പിടിച്ചില്ലെങ്കിൽ ഫ്രണ്ടിൽ പിടിക്കുക, കൈ ഉയർത്തി പിടിക്കുക, ഒരു കൈ ഉയർത്തി പിടിക്കുക. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ ലൈറ്റ്നിങ് പോലെ, ഇടിമിന്നൽ പോലെ ഒരു പ്രകാശം, ഒരു സ്ഫുരണം അങ്ങനെയുള്ള ശരീരങ്ങളിലൂടെ, പ്രത്യേകിച്ച് ആ ബാക്കിലൂടെ വെർട്ടിക്കലായി പാസ് ചെയ്യുന്ന പോലുള്ളൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കൈ ഉയർത്തി പിടിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അലൈൻമെന്റ് തെറ്റിയിരിക്കുന്ന ഡിസ്കുകൾ, ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് കംപ്രഷൻ തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ, നൗ, ഇപ്പോൾ, റൈറ്റ് നൗ, ഞാൻ ഈ പറയുന്ന നിമിഷം തന്നെ ആ ലൈറ്റ്നിങ് പോലെ, ഇടിമിന്നൽ പോലെ ദൈവത്തിന്റെ പ്രകാശം അതിലൂടെ പാസ് ചെയ്യട്ടെ. പാസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നട്ടലിലും അസ്ഥിയിലൊക്കെ ചുറ്റിക്കിടക്കുന്ന ദുരാത്മാക്കൾ, രോഗാത്മാക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെക്കേഷൻ നോട്ടീസ് തരികയാണ്. ഗോ ഇൻ ജീസസ് നെയിം. ശരീരങ്ങൾ വിട്ട് മാറിപ്പോട്ടെ. ഔട്ട്, 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 ഔട്ട്. പൂർണ്ണമായി മാറിപ്പോട്ടെ. അതുപോലെ ഏതെങ്കിലും ഒരു കാതിന് കേൾവിക്കുറവുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവർത്തും. ഒരു കാത് നിങ്ങൾ ചെയ്യേണ്ടത്, ആ കാതിൽ ഒരു വിരലിടുക. കേൾക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള കാതിൽ വിരലിടുക, മറ്റേ കൈ ഉയർത്തി പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ I command these ears open. തുറന്നുവ. യേശുവിന്റെ നാമത്തിൽ തുറന്നുവ. യേശുവിന്റെ നാമത്തിൽ തുറന്നുവ. ആ കാതിനെ ഡെഫാക്കിയ, പാർഷ്യൽ ഡെഫ്നെസ് ഓർ ഫുൾ ഡെഫ്നെസ്, spirit of deafness, I command in Jesus' name, leave. ഇപ്പോൾ പുറത്തോട്ടെ. Out, 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 out. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ, 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 സൗഖ്യമാകട്ടെ. അതുപോലെ ഈ കഴുത്തിന് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവർത്തി. കഴുത്ത് യേശുവിന്റെ നാമത്തിൽ, സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോസിസ് പോലെയുള്ള കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നാസറായ യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിൽക്കാത്ത ബ്ലീഡിങ് ചില സഹോദരിമാരിൽ ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയുള്ളവർ വയറിൽ കൈവെക്കുക. പൂർണ്ണ സൗഖ്യത്തെ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളോ ട്യൂമറുകളോ സിസ്റ്റുകളോ ലംബുകളൊക്കെ ഉള്ളവർ ആ ഭാഗത്തോ നെഞ്ചിലോ കൈവെക്കുക. യേശുവിന്റെ നാമത്തിൽ ചുരുങ്ങി അപ്രത്യക്ഷമാകട്ടെ. ബി ഹീൽഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. 12 ഹീലിംഗ് ഏഞ്ചൽസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ദൂതന്മാർ ശുശ്രൂഷിക്കുന്ന നിമിത്തം കൂട്ടമായ വിടുതലുകൾ, ഞാൻ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതും, കണ്ണിന്റെ കാഴ്ച തിരികെ വരട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. സ്കിൻ ഡിസീസുകൾ മാറട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ഒരു പൂർണ്ണ സൗഖ്യത്തെ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. ഇതിനകത്ത് ഈ മുറിയിൽ നിൽക്കുന്നവരിൽ
വിശ്വസിച്ച ശേഷം, മുതിർന്ന ശേഷം, വലുതായ ശേഷം യേശുവിനെ സ്വീകരിച്ച് വിശ്വസിച്ച് സ്നാനമേറ്റവർ കൈ ഉയർത്തി കാണിക്കാം. പിന്നെ കൈ വീശി കാണിക്കാം. കൈ താഴെയിടാം. ഇപ്പോൾ കൈ ഉയർത്താതിരുന്നവർ, സ്നാനമേറ്റിട്ടില്ലാത്തവരൊന്ന് കൈ ഉയർത്താം. എവിടെയാണെങ്കിൽ കൈ താഴെയിടാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അവസാനം ഒലിവുമലയിൽ നിന്ന് കർത്താവ് പൊങ്ങിപ്പോകാൻ പോവുക. ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പറയണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പഠിപ്പിക്കണം. എന്നിട്ട് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, ശിഷ്യരാക്കണം. ഇതാണ് കർത്താവ് അവസാനം പറഞ്ഞിട്ട് പോയത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ വചനം ഞാൻ എഴുതിയതല്ല. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇതിനെ പറയുന്നത് ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ്. അതിനനുസരിച്ച് ഇത്രയും പേര് സ്നാനമേറ്റവരുണ്ട്. എന്നാൽ ഈ കൈ ഉയർത്തിയവരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത് മതം മാറാനല്ല, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടാനല്ല, യേശുവിനോട് ചേരാൻ, അവൻ്റെ കൽപ്പന പ്രകാരം അവൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയോട് ചേർന്ന് യേശുവിൻ്റെ ശിഷ്യരായി മാറാൻ വേണ്ടി സ്നാനമേൽക്കുവാൻ താല്പര്യം ഉള്ളവർ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൂടാ, കേട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്തിപ്പിടിക്കും, നന്നായിട്ട് ഉയർത്തിപ്പിടിക്കും. വാവ് വാവ് വാവ്. അവരോടി മുന്നിലേക്ക് വരിക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓടിവാ ഓടിവാ ഓടിവാ, അവിടെ നിൽക്കരുത്, ഓടുക ഓടുക ഓടുക. ഫ്രണ്ടിലേക്ക് ഓടിവാ 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 ഓടിവാ, ഓടി വരിക. കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കും. മക്കളെ, ഒളിമ്പിക്സിലൊക്കെ അടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ട് അടിക്കണം, യേശുവിന്റെ ശിഷ്യരായി മാറാൻ. ഓ മൈ ഗോഡ്, 2026 തിരഞ്ഞെടുക്കപ്പെട്ടവർ, സമർപ്പിക്കുന്നവർ, ഓടിവാ ഓടിവാ. സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങൾ എവിടെയാണെങ്കിലും ഓടിവാ ഓടിവാ ഓടിവാ. This is beautiful, this is beautiful. ഓടിവാ ഓടിവാ ഓടിവാ. Thank you Jesus, thank you Jesus, thank you Jesus. വന്നുകൊണ്ടിരിക്കുക. സ്നാനപ്പെട്ടിട്ടില്ല, ഒത്തിരി കഥയൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ഓടിവാ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓടിവാ. Thank you Lord. This is beautiful, this is beautiful, this is beautiful. ഇനി ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും ഈ അവസരം കിട്ടണമെന്നില്ല. ഓടിവാ ഓടിവാ ഓടിവാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓടിവാ. ഇരിക്കുന്നവരെല്ലാം നിങ്ങളുടെ 2 കൈ വരെ നേരെ നീട്ടിപ്പിടിക്കുക. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ, കർത്താവേ, യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു മനസ്സ് കാണിച്ചല്ലോ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അധികം താമസിയാതെ തന്നെ ഇവർ സ്നാനമേറ്റ് യേശുവിനോട് ചേരുവാൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഇവരുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. കണ്ണുകൾ തുറക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് 3 മണിക്ക് സ്നാനം ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതിൽ തയ്യാറായി വന്നിരിക്കുന്നവർ കാണും, തയ്യാറായി വരാത്തവർ കാണും. അവരെ ഒന്ന് ദയവായി ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. പെട്ടെന്നൊന്ന് അവരുടെ പേരുകൾ നോട്ട് ചെയ്യുക. അതിനുശേഷം കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് തരും, അതിനുള്ള ക്ലാസ് തരും. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പേര് കൊടുത്ത ശേഷം മാത്രമേ നിങ്ങൾ മടങ്ങിപ്പോകാവൂ. പേര് കൊടുത്ത ശേഷം മാത്രം നിങ്ങൾ മടങ്ങിപ്പോകും. പിന്മാറാതെ പിന്മാറാതെ പിന്മാറില്ല 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 പിന്മാറില്ല. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ
ഓയിൽ മേക്സ് യു റിച്ച്. എണ്ണ കൈവശം ഉണ്ടെങ്കിൽ നീ സമ്പന്നനാണ്, നീ സമ്പന്നയാണ്. രണ്ട് രീതിയിലും ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും നിൻ്റെ കയ്യിൽ വരും. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ എഴുതി വെച്ചോ. ആശേർ ഗോത്രത്തിന് കൊടുത്ത, പിതാമഹൻ കൊടുത്തൊരു പ്രവചനദൂത് നൂറ്റാണ്ടുകൾക്ക് ശേഷം കുഴിച്ചപ്പോൾ കിട്ടിയെങ്കിൽ പണ്ടൊക്കെ കിട്ടിയിട്ടുള്ള ദൂതുകളും പ്രവചനങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചോ. ഈ വർഷം കുഴിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് വരെ കാണാത്ത എണ്ണ നിനക്ക് വേണ്ടി കർത്താവ് എണ്ണ ഖനി തുറന്നു തരും. സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ഇന്നിവിടെ വന്നപ്പോൾ ആദ്യം മുതൽ ഇരുന്ന സമയത്ത്, പ്രത്യേകിച്ച് എണ്ണയെക്കുറിച്ചുള്ള ദൂത് പറഞ്ഞ സമയത്ത്, ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമോ പകർച്ചയോ പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിരുന്ന കൈ ഉയർത്താം. ഫീൽ ചെയ്ത് വരുന്ന കൈ കാണിക്കും. പത്ത് കന്യകുമാരിൽ 5 പേരുടെ കയ്യിൽ ഓയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ ബ്രദർ ഉണ്ടല്ലോ, കൈ ഉയർത്താമോ? ഈ വർഷം പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ഒരു വലിയ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ്, ഞാൻ കാണുന്നത് ഒരു വണ്ടി ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് പോലെ ദൈവം തിരിച്ച് കഴിഞ്ഞ ഒരു 4-5 വർഷമായി വല്ലാത്തൊരു ഫേസിലൂടെ പോയി. ഒരു 5 വർഷത്തെ പീരീഡ് കാണിക്കുന്ന കർത്താവ്. എന്നാൽ ഈ വർഷം വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് മറ്റൊരു ഡയറക്ഷനിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോകും. ഭയങ്കരമായൊരു വിടുതലിൻ്റെ വർഷമാണ്. പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. കർത്താവിൻ്റെ പുറകിൽ നിന്ന് മാറരുത്. യേശുവിനോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബം അനേകർക്കൊരു അനുഗ്രഹമായി മാറാൻ പോവുക. വലിയ ഫ്രൂട്ട്ഫുൾനെസ് ഈ വർഷം കർത്താവ് തരും. അങ്ങനത്തെ ഒരു വലിയ രീതിയിലും അപ്പോൾ തന്നെ ശുശ്രൂഷയിലും കർത്താവ് പ്രയോജനപ്പെടുത്തുന്ന ഒരു വർഷമായി. ഒരു കാര്യം കൂടി കർത്താവ് പറയുന്നുണ്ട്. ചില വർഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെ പോയി, എന്നാൽ അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് എന്ന് വെച്ചാൽ കാലത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു തരുന്നൊരു വർഷമായിട്ട് മാറുകയാണ്. 2 കരങ്ങൾ ശിരസിൽ വയ്ക്കാം. കർത്താവ് ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ എത്ര ശബ്ദമുണ്ട് അത്രയും ശബ്ദത്തിൽ ആമേൻ എന്ന് പറയണം. ഈ വർഷം വാടകയ്ക്ക് താമസിക്കുന്ന പല കുടുംബങ്ങളും സ്വന്തം ഭവനത്തിലേക്ക് മാറുന്ന വർഷമാണ്. ഈ വർഷം ചില ബിസിനസ്സുകളുടെ ഇനോഗ്രേഷൻ നാട മുറിക്കുന്നത് ഞാൻ കാണുന്നു. ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. 2026 ചില ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്ന വർഷമായിരിക്കും. ഓ മൈ ജീസസ്, ഞാൻ വ്യക്തമായി പറയുന്നു, ചില ഭവനങ്ങളിൽ വിവാഹങ്ങൾ നടക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മംഗളകരമായ വിവാഹങ്ങൾ ഈ വർഷം നടക്കും. ഈ വർഷം പുതിയ വാഹനങ്ങൾ ജനങ്ങളുടെ കയ്യിൽ വരുന്ന വർഷമായിരിക്കും. ഷോറൂമുകളിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങി വരുന്നു, മധുരം പങ്കുവയ്ക്കുന്നു. പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നത് പോലെ മിനിസ്ട്രിയുടെ ചില യൂണിറ്റുകൾ, ചില സോണുകൾ പോലെ, ബ്രാഞ്ച് ബ്ലെസ്സിംഗ് സെന്ററുകൾ പോലെ ചിലത് പ്ലാൻ ചെയ്യുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. വിദ്യാഭ്യാസപരമായി വലിയ പ്രോഗ്രസ് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഈ വർഷത്തിന്റെ മേൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഒഴിച്ച്
2026 ഞങ്ങൾ തൈലാഭിഷേകം ചെയ്യുന്നു. 2026 ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിരവധി ബ്ലെസ്സിംഗ് ഗ്രൂപ്പുകൾ പെരുകുന്ന ഒരു വർഷമായി ഞാൻ ഇതിനെ പ്രഖ്യാപിക്കും. ഒത്തിരി പേര് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന ഒരു വർഷമായി, കടഭാരങ്ങളും കടബാധ്യതകളും തുടച്ചു മാറ്റുന്ന ഒരു വർഷമായി ഞാൻ പ്രഖ്യാപിക്കും. അവസാനത്തേത് പറയുമ്പോൾ കൈയടിച്ച് തന്നെ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് തുള്ളിച്ചാടി ആരാധിക്കണം. ഈ വർഷം എണ്ണുവാൻ കഴിയാത്ത അത്രയും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന ഒരു വർഷമായി